ഇന്നിപ്പോൾ പത്രം നേരത്തെ വന്നോ? എന്ത് പറ്റിയാവോ? എന്താ ഇന്നത്തെ ന്യൂസ് എന്ന് നോക്കാം. ഹോം ലോൺ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചു. ഒരു ഹോം ലോണൊക്കെ എടുത്താലോ, ഒരു വീടൊക്കെ വേണ്ടേ? RBI വീണ്ടും റിപ്പോ റേറ്റ് 6% കുറച്ചു. വീണ്ടും കുറച്ചോ? ഇതിപ്പം രണ്ടാമത്തെ തവണയാണല്ലോ 0.25% കുറയ്ക്കുന്നത്. എൻ്റെ ഫോൺ എന്തി? ഇതിപ്പം എൻ്റെ EMI എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം. RBI ഇപ്പോൾ റിപ്പോ റേറ്റ് കുറയ്ക്കുമ്പം ബാങ്ക് ലെൻഡിങ് റേറ്റും കുറയ്ക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഹോം ലോണിൻ്റെ EMI കുറയും. ഇപ്പോൾ നമ്മളിപ്പം ഹോം ലോണിനെ കുറിച്ച് മാത്രമല്ല ഇവിടെ പറയുന്നത്. ഇപ്പോൾ NBFCസും RBI റേറ്റ് കട്ട് അനുസരിച്ച് ലെൻഡിങ് റേറ്റ് കുറയ്ക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ പല സെക്ടേഴ്സിനെ ബാധിക്കാം. ലൈക്ക് ഇപ്പോൾ ഓട്ടോമൊബൈൽസ്, MSMEs, അങ്ങനെ പലതും. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് SBIയിൽ നോക്കിയേ, അവർ റിപ്പോ ലിങ്ക് ലെൻഡിങ് റേറ്റ് 25 ബേസിസ് പോയിന്റ്സ് കുറച്ച് 8.25% ആക്കി. അപ്പോൾ റിപ്പോ ലിങ്ക് ലെൻഡിങ് റേറ്റ് എന്ന് പറഞ്ഞാൽ റിപ്പോ റേറ്റിലേക്ക് ഡയറക്റ്റ്ലി ലിങ്ക്ഡ് ആയിട്ടുള്ള ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഇപ്പം റിപ്പോ റേറ്റ് കൂടുവാണെങ്കിൽ റിപ്പോ ലിങ്ക് ലെൻഡിങ് റേറ്റും കൂടും. അതുപോലെ തന്നെ നേരെ തിരിച്ചും, അതായത് ഇവിടെ റിപ്പോ റേറ്റ് കുറയുവാണെങ്കിൽ റിപ്പോ ലിങ്ക് ലെൻഡിങ് റേറ്റും കുറയും. ഇപ്പം റിപ്പോ ലിങ്ക് ലെൻഡിങ് റേറ്റ് കുറഞ്ഞത് പല മേഖലയെ ബാധിക്കും. ലൈക്ക് ഇപ്പോൾ ഹോം ലോൺ, ഓട്ടോ ലോൺ, അതുപോലെ MSMEയിലൊക്കെ ബാധിക്കാം. അത് മാത്രമല്ല, ഈ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോക്സ് ഒക്കെ നല്ല പെർഫോമൻസും കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ കാരണം റിപ്പോ റേറ്റ് കുറഞ്ഞു തന്നെയാണ്. ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നതായിരിക്കും, ഈ ഒരു പുതിയ അപ്ഡേറ്റ് കാരണം ഫിക്സഡ് ഡിപ്പോസിറ്റിൽ എൻ്റെ ഇൻട്രസ്റ്റ് റേറ്റിന് അത് ബാധിക്കും ഇല്ലയോ എന്നുള്ളൊരു കാര്യമായിരിക്കും. അപ്പോൾ ഇതിനായിട്ട് HDFC ബാങ്കിൽ എൻ്റെ FD ചെക്ക് ചെയ്തിട്ട് ഇതിനുള്ള ഉത്തരം ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ HDFC ബാങ്കിൽ എൻ്റെ FD റേറ്റ് കുറഞ്ഞു ഈ ഒരു ചേഞ്ച് കാരണം. അപ്പം ഇപ്പോഴത്തെ ഈ ഒരു മാറ്റത്തിന് കാരണം റിസർവ് ബാങ്കിന് ഇപ്പോൾ വായ്പ എടുക്കുന്നതൊക്കെ ചീപ്പ് ആയതുകൊണ്ടാണ്. അപ്പോൾ ബാങ്കുകാർക്ക് പണം കിട്ടാൻ വേണ്ടിയിട്ട് വേറൊരാളെ കിട്ടിയപ്പോൾ അവർ നമ്മളെ അങ്ങ് മറന്നു. ഇപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരു സൈഡിൽ FD റേറ്റ് കുറവാണ്, വേറൊരു സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ ഓവറോൾ റിസ്ക് ഇപ്പം കൂടുവാണ്. ഇപ്പം നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ റിപ്പോ റേറ്റിനെ കുറിച്ച് നമ്മൾ കൂടുതൽ നോക്കുന്നതായിരിക്കും. അപ്പോൾ എന്താണ് റിപ്പോ റേറ്റ് എന്നുള്ളത് നമ്മൾ നോക്കും, അത് എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കും. അതുപോലെ പ്രത്യേകിച്ച് ഇതെങ്ങനെ നമുക്കിപ്പോൾ ഒരു വീട് വാങ്ങുന്നത് എളുപ്പമാക്കും എന്നുള്ളതും കൂടി നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം റിപ്പോ റേറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് ബേസിക്സ് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ ബേസിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് മോണിറ്ററി പോളിസി തന്നെ തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നമ്മുടെ ഇന്ത്യയിൽ എക്കോണമിയിൽ നമുക്ക് മണി സപ്ലൈ റിലേറ്റഡ് ആയിട്ട് നമുക്ക് പലതരത്തിലുള്ള പോളിസികളുണ്ട്. അപ്പോൾ ഈ ഒരു പോളിസികളുടെയൊക്കെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാർക്കറ്റ് സിറ്റുവേഷൻ മാറുന്നതനുസരിച്ച് എക്കോണമിയിൽ മണി സപ്ലൈ നിയന്ത്രിക്കുക എന്നതാണ്. അപ്പോൾ RBIയുടെ മോണിറ്ററി പോളിസി മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് ഇൻഫ്ലേഷൻ ആണ്, അതായത് പണപ്പെരുപ്പം. ഇപ്പം പണപ്പെരുപ്പം കൂടുവാണെങ്കിൽ അതായത് എന്താണ് മണി സപ്ലൈ കുറയ്ക്കും. അപ്പം ഇവിടെ ഇപ്പോൾ മണി സപ്ലൈ കൺട്രോൾ ചെയ്യാനായിട്ട് RBI ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഈ ഒരു റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പം തടയാനായിട്ട് റിസർവ് ബാങ്ക് മെയ് 2022 റിപ്പോ റേറ്റ് കൂട്ടാൻ വേണ്ടി തുടങ്ങി. ഒടുവിൽ ഇത് 6.5% ഉയർത്തി. നമുക്കിപ്പോൾ എക്കണോമിക് പോളിസീസ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ മോണിറ്ററി പോളിസിയാണ്. അപ്പോൾ ഇതിൽ വരുന്നതാണ് റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് ഒക്കെ. രണ്ടാമത്തെ ഫിസിക്കൽ പോളിസിയാണ്. അപ്പോൾ ഇതിൽ വരുന്നതാണ് ടാക്സ്. അപ്പോൾ ഈ രണ്ട് പോളിസികളും പണപ്പെരുപ്പത്തെ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുവഴി നമ്മുടെ സമ്പദ് വ്യവസ്ഥയെയും മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. എന്നാൽ ഈ രണ്ടും ഇതെന്താണ് പല എൻറ്റിറ്റീസാണ് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പം നികുതി പോലെയുള്ള ഫിസിക്കൽ പോളിസീസ് കേന്ദ്ര സർക്കാർ കൈകാര്യം ചെയ്യുമ്പോൾ മോണിറ്ററി പോളിസീസ് കൈകാര്യം ചെയ്യുന്നത് റിസർവ് ബാങ്കായ സെൻട്രൽ ബാങ്കാണ്. അപ്പം ഇതിൽ റിപ്പോ റേറ്റ്, ക്യാഷ് റിസർവ് റേഷ്യോ, അങ്ങനെ പലതും ഇതിൽ വരുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് എന്താണ് മോണിറ്ററി പോളിസി എന്നുള്ളത് മനസ്സിലായില്ലേ? അതുപോലെ റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടൈപ്പ് മോണിറ്ററി പോളിസിയാണ്. ഇനി നമുക്ക് എന്താണ് റിപ്പോ റേറ്റ് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇപ്പം നിങ്ങൾക്ക് എന്താണ് മോണിറ്ററി പോളിസി എന്നുള്ളത് മനസ്സിലായില്ലേ? അതുപോലെ റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് മോണിറ്ററി പോളിസി ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പം ഇപ്പോൾ RBI റിപ്പോ റേറ്റ് 6% കുറച്ചു. പക്ഷേ ഈ റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു ടേം കേട്ടിട്ടുണ്ടാവും, സെൻട്രൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ ബാങ്കേഴ്സ് ബാങ്ക് ആണെന്ന്, അതായത് ബാങ്കുകാരുടെ ബാങ്ക് ആണെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ അവരുടെ ബാങ്കറായിട്ടാണ് RBIനെ പരിഗണിക്കുന്നത്. അപ്പോൾ അവർ RBIയിൽ നിന്ന് കടം വാങ്ങുകയും അതുപോലെ അവരുടെ റിസർവ് ഡിപ്പോസിറ്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ RBIയിൽ നിന്ന് ഗൈഡൻസ് തേടുകയൊക്കെ ചെയ്യും അവർ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പം ബാങ്കിൽ നിന്ന് കടം എടുക്കുന്ന പോലെ 2020 യെസ് ബാങ്ക് RBIയിൽ നിന്ന് 60,000 കോടി കടം എടുത്തു. ഇപ്പോൾ നമ്മൾ റിപ്പോ റേറ്റിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന വായ്പയുടെ പലിശ നിരക്കാണ് ഈ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പം ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റ് തിരിച്ചടക്കേണ്ടതായിട്ട് വരും അല്ലേ? ഇതുപോലെ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ അവരുടെ ബാങ്കായ റിസർവ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ ആ ലോണിൻ്റെ മുകളിൽ റിസർവ് ബാങ്ക് ചാർജ് ചെയ്യുന്ന പലിശ നിരക്കാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിലവിൽ റിപ്പോ റേറ്റ് 6%. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ABC ബാങ്കിന് 1 ലക്ഷം രൂപയുടെ ഷോർട്ടേജ് ഉണ്ട്. ഇപ്പം അവർ ആരുടെ അടുത്തേക്ക് ഓടും?
അപ്പോൾ ഇവിടെ ABC ബാങ്ക് റിസർവ് ബാങ്കിൻ്റെ അടുത്തേക്ക് പോകും. എന്നിട്ട് വീണ്ടും അവരുടെ പ്രവർത്തനം ആരംഭിക്കാനായിട്ട് ബാങ്ക് 1 ലക്ഷം രൂപ കടം എടുക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ ABC ബാങ്ക് 1 ലക്ഷം രൂപയ്ക്ക് 6% ഇൻട്രസ്റ്റ് അടയ്ക്കണം. അതായത് 6000 രൂപ റിസർവ് ബാങ്കിന് പലിശയായിട്ട് നൽകണം. ഇപ്പം നിങ്ങൾക്ക് എന്താണ് റിപ്പോ റേറ്റ് എന്നുള്ളത് മനസ്സിലായില്ലേ? ഇനി ഇൻട്രസ്റ്റ് റേറ്റ് മാറുമ്പം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം റിപ്പോ റേറ്റിലെ മാറ്റം എന്ന് പറയുമ്പം ഒന്നെങ്കിൽ അത് കൂടാം അല്ലെങ്കിൽ റിപ്പോ റേറ്റ് കുറയാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെയ് 2022 മുതൽ ഏപ്രിൽ 2023 വരെ RBI പലതവണ റിപ്പോ റേറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം റിപ്പോ റേറ്റ് കൂടുവാണെങ്കിൽ ബാങ്കുകൾ അവരുടെ ലോണിൻ്റെ മുകളിൽ കൂടുതൽ ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ ആകുമ്പം എക്കോണമിയിൽ മണി സപ്ലൈ കുറയും. അപ്പോൾ അതുകൊണ്ട് സെൻട്രൽ ബാങ്ക് പണപ്പെരുപ്പത്തിൻ്റെ സമയത്ത് റിപ്പോ റേറ്റ് കൂട്ടും. ഒരു എക്സാമ്പിൾ വെച്ച് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ റിപ്പോ റേറ്റ് 6% നിന്ന് 6% കൂട്ടി. അപ്പം ആദ്യത്തെ നമ്മുടെ ഇവിടെ ABC ബാങ്ക് 1 ലക്ഷം രൂപയുടെ മുകളിൽ 6000 രൂപയായിരുന്നു പലിശ അടച്ചിരുന്നത് അല്ലേ? ഇനിയിപ്പം അവർക്ക് 6500 രൂപ അടയ്ക്കേണ്ടതായിട്ട് വരും. ഇപ്പം നമ്മുടെ ABCക്ക് വീണ്ടും കൂടുതൽ പണം അടയ്ക്കേണ്ടതായിട്ട് വന്നില്ലേ? അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിലുള്ള ക്യാഷ് കുറയും. അപ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് ABCക്ക് മാത്രമല്ല RBI എന്ന് കടമെടുത്ത എല്ലാ ബാങ്കുകളുടെ കയ്യിലുള്ള പണം കുറയും. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ കയ്യിലുള്ള പണം കുറയുമ്പോൾ ബാങ്കുകൾ അവരുടെ ഡിപ്പോസിറ്റിന് മുകളിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് കുറയ്ക്കും. അതുപോലെ തന്നെ അവർ കൊടുക്കുന്ന ലോണിൻ്റെ മുകളിൽ അവരെന്താണ് ഇൻട്രസ്റ്റ് കൂട്ടും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ മൊത്തത്തിലുള്ള മണി സപ്ലൈ കുറയും. അങ്ങനെ പണപ്പെരുപ്പും കുറയാൻ വേണ്ടിയിട്ട് കാരണമാവും. ഇനിയിപ്പം RBI റിപ്പോ റേറ്റ് കുറയ്ക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് കൂടി നോക്കാം. ഇപ്പോൾ റിപ്പോ റേറ്റ് കുറയുമ്പം ബാങ്കുകൾ അവരെടുത്ത് ലോണിൻ്റെ മേളിൽ എന്താണ് കുറവ് പലിശ മാത്രം അടച്ചാൽ മതി ഇനി. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്കോണമിയിൽ എന്താണ് മണി സപ്ലൈ കൂടും. ഇപ്പം നിങ്ങൾക്ക് എന്താണ് റിപ്പോ റേറ്റ് എന്നുള്ളത് മനസ്സിലായില്ലേ? ഇനി നമുക്ക് വേറൊരു കൺസെപ്റ്റിലേക്ക് പോവാം. അതാണ് റിവേഴ്സ് റിപ്പോ റേറ്റ്. ഇപ്പോൾ റിപ്പോ റേറ്റ് നേരെ ഓപ്പോസിറ്റാണ് ഈ റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അപ്പം റിവേഴ്സ് റിപ്പോ റേറ്റ് 3.35% തുടരുവാണ്. അതിനൊരു മാറ്റവും ഇല്ല. ഇപ്പം കൊമേഴ്ഷ്യൽ ബാങ്കുകൾ RBIയിൽ നിന്ന് കടം വാങ്ങുന്നത് പോലെ RBIയും കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ നിന്ന് കടം വാങ്ങും. ഇപ്പം കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ നിന്ന് RBI കടം എടുക്കുന്ന റേറ്റിനെയാണ് നമ്മൾ റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അതായത് കൊമേഴ്ഷ്യൽ ബാങ്കുകളിലേക്ക് RBI അടയ്ക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റാണിത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ RBI SBIയിൽ നിന്ന് കടം വാങ്ങുവാണ് പെർ ആനം 3.35%. സോ ഇതാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഇനിയിപ്പം ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റേറ്റ് തീരുമാനിക്കുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അല്ല, ഇവിടെ RBI ആണ് തീരുമാനിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ തീരുമാനിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അല്ലേ? ഇനി നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് നല്ലപോലെ മനസ്സിലാക്കാനായിട്ട് റിവേഴ്സ് റിപ്പോ റേറ്റിൻ്റെ ഫംഗ്ഷനിങ് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഈ റിവേഴ്സ് റിപ്പോ റേറ്റ് നേരെ ഓപ്പോസിറ്റ് ആണെന്ന്. പക്ഷേ ഈ റിവേഴ്സ് റിപ്പോ റേറ്റിൻ്റെ വർക്കിംഗ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം ഇത് ഇക്കോണമീനെ 2 രീതിയിൽ ബാധിക്കും. ആദ്യത്തെ ഇൻട്രസ്റ്റ് റേറ്റ് തന്നെയാണ്, രണ്ടാമത്തെ ഇൻസെൻറ്റീവ് വഴിയാണ്. അപ്പോൾ ഇതെന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പം RBI റിവേഴ്സ് റിപ്പോ റേറ്റ് കൂട്ടുമ്പോൾ ബാങ്കുകൾ കൂടുതൽ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കും. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ നോക്കുവാണെങ്കിൽ അവർക്ക് എന്താണ് കൂടുതൽ ഇൻട്രസ്റ്റ് ലഭിക്കും. അപ്പോൾ ഇത് മണി സപ്ലൈ കൂട്ടും. ഇനിയിപ്പം വേറൊരു സൈഡിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ളപ്പോൾ ബാങ്കുകൾക്ക് അത് സാധാരണ ആളുകൾക്ക് ഇപ്പോൾ ലോണായിട്ടോ അല്ലെങ്കിൽ ഡിപ്പോസിറ്റിൽ ഇൻട്രസ്റ്റ് ആയിട്ട് നൽകുന്നതിന് പകരം റിസർവ് ബാങ്കിലേക്ക് ആ ഒരു പണം നിക്ഷേപിക്കാനായിട്ട് ബാങ്കുകളെ പ്രോത്സാഹിപ്പിക്കും. ഇവിടെ ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ്റെ സമയത്ത് RBIക്ക് റിവേഴ്സ് റിപ്പോ റേറ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനിയിപ്പം RBI റിവേഴ്സ് റിപ്പോ റേറ്റ് കുറയ്ക്കുമ്പം ഇതിൻ്റെ ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നത്. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ ഒന്ന് വിചാരിക്കുക, RBI റിവേഴ്സ് റിപ്പോ റേറ്റ് 4% നിന്ന് 3% കുറയ്ക്കുവാണെന്ന്. അങ്ങനെയെങ്കിൽ ബാങ്കുകൾക്ക് കുറവ് ഇൻട്രസ്റ്റ് ആയിരിക്കും ലഭിക്കുന്നത്. കാരണം ഇവിടെ അവർക്ക് RBIയിലേക്ക് പണം നിക്ഷേപിക്കുന്നതിലും ആളുകൾക്ക് ലോണായിട്ട് നൽകുവാണെങ്കിൽ കൂടുതൽ റിട്ടേൺസ് നേടാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കും. റിവേഴ്സ് റിപ്പോ റേറ്റിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയാണ് പരസ്പരം ഇല്ലാണ്ടാകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ഇതുകൊണ്ടാണ് റിപ്പോ റേറ്റിൻ്റെ ഇമ്പാക്റ്റ് കൂടുതൽ ഇൻറ്റൻസ് ആവുന്നത്. ഇപ്പം നിങ്ങൾക്ക് 2 കൺസെപ്റ്റും ക്ലിയർ ആയിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഇനി നമുക്ക് അറിയേണ്ട അടുത്തൊരു കാര്യം, ഈ റിപ്പോ റേറ്റ് എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത് എന്നുള്ളത് അറിയണ്ടേ? അപ്പം നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു റിപ്പോ റേറ്റ് കൂടിയാലും കുറഞ്ഞാലും എന്താണ് സംഭവിക്കുന്നുള്ള കാര്യം അല്ലേ? ഇപ്പം റിപ്പോ റേറ്റ് കൂടുമ്പം എല്ലാ തരത്തിലുള്ള ലോണുകളുടെ ഇൻട്രസ്റ്റും കൂടും. അതായത് ഇപ്പോൾ ഹോം ലോൺ, കാർ ലോൺ, പേഴ്സണൽ ലോൺ ഒക്കെ കൂടും. കാരണം എന്താണ്? മണി സപ്ലൈ കുറവാണ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ പറയാം, ബാങ്കിന് നിങ്ങൾക്ക് ഷോപ്പ് ഓണറായിട്ട് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഈ ഷോപ്പ് ഓണറിൻ്റെ കയ്യിൽ ആവശ്യത്തിനുള്ള പണം ഇപ്പോൾ ഇല്ലെങ്കിൽ അദ്ദേഹം അവിടെയുള്ള സാധനങ്ങൾക്കൊക്കെ കൂടുതൽ ഈടാക്കാൻ വേണ്ടിയിട്ട് അത് നോക്കൂലേ? ഇനി രണ്ടാമത്തെ ഒരു കാര്യം കഴിഞ്ഞാൽ ഡിപ്പോസിറ്റ് അതിൽ ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഇൻട്രസ്റ്റ് കുറയും. കാരണം ഇവിടെ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അടുത്ത് നൽകാൻ മാത്രമുള്ള പണം ഇല്ല കയ്യിൽ. അതായത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു 10 ചോക്ലേറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 10ൽ കൂടുതൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സാധിക്കുമോ? ഇല്ലല്ലോ. ഇനി റിപ്പോ റേറ്റ് കുറയുമ്പം കൺസ്യൂമർ ലോണിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് കുറയും. ഇപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം എന്താണ് ഡ്രീം ഹോം ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ ഡിപ്പോസിറ്റിൽ ഇൻട്രസ്റ്റ് കുറയും. ഇപ്പം നിങ്ങൾക്ക് എന്താണ് റിപ്പോ റേറ്റ് എന്നും അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ മുകളിൽ റിപ്പോ റേറ്റിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി ഹോം ലോണിനെ ബാധിക്കുന്ന വേറൊരു റേറ്റ് നമുക്ക് നോക്കാം. കാരണം ഇപ്പം സ്വന്തമായിട്ടൊരു വീട് ആഗ്രഹിക്കാത്തതായിട്ട് ആരും ഇല്ലല്ലോ ഇവിടെ അല്ലേ? അപ്പം നമുക്ക് ഹോം ലോണിലെ MCLR എന്താണെന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. പക്ഷേ അതിനു മുമ്പ് ഞാൻ വേറൊരു കാര്യം നിങ്ങളോട് പറയട്ടെ.
ഇപ്പം ആർ ബിയുടെ റേറ്റ് കട്ടിന് ഇൻസ്പയർഡ് ആയിട്ട് എസ് ബി പോലത്തെ ബാങ്കുകൾ അവരുടെ ലെൻഡിങ് റേറ്റ്സ് കുറയ്ക്കുകയാണ്. പക്ഷേ ഇങ്ങനെ ഇപ്പോൾ റേറ്റ് കട്ട് ചെയ്യുന്നതിലും വേറെയും കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ടെന്ന് ഞാനിപ്പോൾ പറഞ്ഞാൽ അത് എങ്ങനെ ഇരിക്കും? അതാണ് MCLR. സോ MCLR എന്ന് പറഞ്ഞാൽ മാർജിനൽ കോസ്റ്റ് ഓഫ് ഫണ്ട് ബേസ്ഡ് ലെൻഡിങ് റേറ്റ് എന്നാണ്. അപ്പോൾ ഹോം ലോണിൻ്റെ കേസിൽ ബാങ്കുകൾ പണം കടം നൽകാൻ വേണ്ടി കഴിയുന്ന ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആർ ബിയുടെ ഗൈഡൻസ് അനുസരിച്ചാണ് MCLR നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഈ ഒരു റേറ്റിന് തീരുമാനിക്കുന്ന പല ഫാക്ടേഴ്സ് ഉണ്ട്. ലൈക്ക് ഇപ്പം ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, ടെന്യുവർ, മാർജിനൽ കോസ്റ്റ്, അങ്ങനെ പലതും ഉണ്ട്. അപ്പം ഇതിലേതെങ്കിലും ഒന്ന് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ അത് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മളൊന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ കോസ്റ്റ് എല്ലാം എന്താണ്, നമുക്ക് ലോൺ നൽകാനായിട്ട് നമുക്ക് വരുന്ന ചിലവുകളാണ്. അതേസമയത്ത് ടെന്യുവർ പ്രീമിയം ലോങ് പീരീഡിലേക്ക് നൽകുന്ന ലോണുകൾക്ക് ബാധകമാണ്. ഇപ്പം വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചോദിക്കാം, ലോങ് പീരീഡിലേക്ക് എടുക്കുന്ന ലോൺസിന് എന്തിനാണ് പ്രീമിയം എന്നുള്ളത്, അല്ലേ? അപ്പോൾ ഇത് സിമ്പിളാണ്. ഇപ്പോൾ ലോണിൻ്റെ ടെന്യുവർ അതായത് ഡ്യൂറേഷൻ കൂടുമ്പോൾ ബാങ്കുകൾക്ക് എന്താണ്, റിസ്ക്കും കൂടും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, ഞാനിപ്പോൾ ഒരു 10 വർഷത്തേക്ക് ലോൺ എടുക്കുകയാണ്. അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ടും ഒരു ലോൺ എടുക്കുകയാണ്. അവൻ എടുക്കുന്നത് 5 വർഷത്തേക്കാണ് ലോൺ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ബാങ്കിന് ഞാൻ എടുത്ത ലോണിൻ്റെ മേളിലാണോ അതോ എൻ്റെ ഫ്രണ്ട് എടുത്ത ലോണിൻ്റെ മേളിലാണോ റിസ്ക് കൂടുതലുണ്ടാവുക? ഞാൻ എടുത്ത ലോണിൻ്റെ മേളിലായിരിക്കും, അല്ലേ? കാരണം എന്താണ്, ഇവിടെ ടെന്യൂർ കൂടുമ്പോൾ അതായത് ഡ്യൂറേഷൻ കൂടുമ്പോൾ തിരിച്ചടവ് മുടങ്ങാനുള്ള സാധ്യതയില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ റിസ്ക്കും കൂടും. ഇനിയിപ്പോൾ MCLR ഫോർമുലേനെ ബാധിക്കാത്തൊരു ഫാക്ടർ, പക്ഷേ ഇൻഡയറക്ട്ലി MCLRനെ ബാധിക്കുന്ന ഒരു ഫാക്ടർ ഏതാണ്? നമ്മുടെ പഴയ സുഹൃത്ത് റിപ്പോ റേറ്റ്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആക്ച്വലി MCLR അതുപോലെ റിപ്പോ റേറ്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് സിമ്പിളാണ്. ഇപ്പം പറയുകയാണെങ്കിൽ ഒറിജിനൽ റിപ്പോ റേറ്റ് 6%, അതുപോലെ MCLR 7% എന്ന് വിചാരിക്കാം. ഇനിയിപ്പോൾ റിപ്പോ റേറ്റ് കൂടുമ്പം ലെൻഡിങ് കോസ്റ്റും കൂടും. അതുവഴി ഇപ്പം ബാങ്ക് ചാർജ് ചെയ്യുന്ന മിനിമം ഇൻട്രസ്റ്റും കൂടും. അതുപോലെ MCLR ഇവിടെ കൂടും. ഇപ്പം പറയുകയാണെങ്കിൽ റിപ്പോ റേറ്റ് 7% കൂടിയാൽ MCLRും കൂടും. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു 8%. ഇതുപോലെ ഇപ്പോൾ റിപ്പോ റേറ്റ് കുറയുകയാണെങ്കിൽ ലെൻഡിങ് കോസ്റ്റ് കുറയും. അപ്പോൾ ഇത് കാരണം ബാങ്ക് ചാർജ് ചെയ്യുന്ന മിനിമം ഇൻട്രസ്റ്റും കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ MCLRും കുറയും. ഇപ്പം പറയുകയാണെങ്കിൽ റിപ്പോ റേറ്റ് ഒരു 5% കുറയുകയാണെങ്കിൽ MCLR ഒരു 6% കുറയും. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ ലാസ്റ്റ് പാർട്ടിലേക്ക് നമുക്ക് പോകാം. അതാണ് വീട് വാങ്ങേണ്ട ആൾക്കാർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണിത്. അതാണ് ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പം ഇന്ന് നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. സോ എന്താണ് ഫിക്സഡ് അതുപോലെ ഫ്ലോട്ടിംഗ് റേറ്റ് ബേസ്ഡ് ഹോം ലോൺസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇന്നിപ്പം നമ്മളിത് തമ്മിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷേ നമുക്ക് ഇന്നിവിടെ മെയിൻ ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഫിക്സഡ് റേറ്റ് ആണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ ഉണ്ടായാലും മാറ്റമൊന്നും ഈ റേറ്റിൽ വരില്ല. അതേസമയത്ത് ഫ്ലോട്ടിംഗ് റേറ്റ് ആണെങ്കിൽ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പം ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് ഫിക്സഡ് റേറ്റ് ആണ് ഫ്ലോട്ടിംഗ് റേറ്റിനേക്കാളും നല്ലതെന്ന് തോന്നിയില്ലേ? അപ്പോൾ തുടക്കത്തിൽ ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഫ്ലോട്ടിംഗ് റേറ്റിനേക്കാളും എന്താണ് കൂടുതൽ. കാരണം ഇതിന് എന്താണ്, റിസ്ക് കുറവാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇപ്പം എനിക്കൊരു ഹോം ലോൺ ഉണ്ട്. അത് ഫിക്സഡ് റേറ്റിലാണ്, 12% റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ടിന് ഇവിടെ ഒരു ഹോം ലോൺ ഉണ്ട്, പക്ഷേ അവന് 10% ഫ്ലോട്ടിംഗ് റേറ്റാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, തുടക്കത്തിൽ എൻ്റെ ഫ്രണ്ടിനേക്കാളും എനിക്കാണ് ഇവിടെ കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. പക്ഷേ ഇപ്പം RBI റിപ്പോ റേറ്റ് കൂട്ടിയെന്ന് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഹോം ലോണിൻ്റെ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പോൾ ഒരു 15% കൂടിയെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ എൻ്റെ 12% തന്നെ അടച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇവിടെ എന്താണ് 15% അടയ്ക്കേണ്ടതായിട്ട് വരും. ഇനിയിപ്പം ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇനി RBI റിപ്പോ റേറ്റ് കുറയ്ക്കുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിനേക്കാളും കുറവ് ഇൻട്രസ്റ്റ് ആയിരിക്കും ഞാൻ അടയ്ക്കുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റിൽ ഈ ഒരു ഫ്ലക്ച്വേഷൻ വരുന്നത് റിപ്പോ റേറ്റിൽ മാറ്റം വരുന്നതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ വരുമാനം, നിങ്ങളുടെ റിസ്ക് അപ്പറ്റൈറ്റ് ഒക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഏതാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ തീരുമാനിക്കാവുന്നതാണ്. ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റിനെ ഡയറക്റ്റ്ലി ബാധിക്കുന്ന ഒന്നാണ് RBIയുടെ മോണിറ്ററി പോളിസി. അപ്പോൾ RBI റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, അതുപോലെ MCLR വഴി എക്കോണമിയിലെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ ഈ ഒരു റേറ്റ് നമ്മൾ എടുക്കുന്ന ലോണിൻ്റെ ഇൻട്രസ്റ്റിനെയും ബാധിക്കും. ഇപ്പം റീസെൻറ്റ് MPC മീറ്റിങ്ങിൽ RBI റിപ്പോ റേറ്റ് 6% കുറച്ചു. അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു ന്യൂസ് തന്നെയാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പുതിയ കാര്യം പഠിക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.